നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു സ്നേഹക്കരുതൽ അവയിൽ നിന്നുളവാകുന്ന കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു കടപ്പാട് കൊണ്ടോ നിങ്ങൾക്ക് അതിന് പ്രൊപ്പോർഷനായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്തു കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക്, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തിയോ അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമാണോ അത് നിങ്ങൾക്ക് ദ്രോഹപരമായി വരുന്നത് എന്തുകൊണ്ടാകാം? നമസ്തേ, ദോസ് ഹു ആർ ന്യൂ ഹിയർ, ഐ എം ഡോക്ടർ സൂസൻ കോരിത്ത്, ലൈഫ് സൈക്കോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ കോച്ച്. നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. ആരും ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. നമ്മൾ ജനറിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാകാനും നിങ്ങളുടെ ജീവിതം നന്നായി കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റീകൺസീലിയേഷൻ ഓഫ് എ നാർസിസിസ്റ്റ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്നത് അതെന്താണ് റീകൺസീലിയേഷൻ, അതെങ്ങനെയാണ് ലവ് ബോംബിങ്ങുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്, അവരെങ്ങനെയാണ് നിങ്ങൾ അതിലേക്ക് തള്ളിവിടുന്നത്, അതിനുള്ള ടാക്ടിക്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നിങ്ങൾ സാധാരണ ഇത് ഫേസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് അവരുടെ ആ ഇൻഫ്ലുവൻസ് നമ്മളിലേക്ക് എങ്ങനെയാണ് വരുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇതിനെ നമുക്കൊന്ന് മനസ്സിലാക്കാനും അത് എപ്പോഴൊക്കെ അങ്ങനെ നമ്മുടെ നേരെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് നമ്മളെ സേഫ് ഗാർഡ് ചെയ്യാനും എങ്ങനെ പറ്റുമെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. റീകൺസീലിയേഷൻ എന്ന് പറയുന്ന ഒരു നാർസിസിസ്റ്റ് പ്രത്യേകിച്ച് യൂസ് ചെയ്യുന്ന കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. റീകൺസീലിയേഷൻ നല്ല ആളുകൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. നമ്മൾ ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ചെയ്യുമ്പോഴോ വേറൊരാൾക്കൊരു ഒരു ദ്രോഹപരമായി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേര് തമ്മിലൊരു വാക്ക് തർക്കമുണ്ടായ വ്യത്യാസം, അപ്പോൾ നമ്മൾ തമ്മിലൊരു വിഭജനം പോലെ ഉണ്ടായി, അതിനെ നമ്മൾ ഒന്നിച്ചു ചേർക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് റീകൺസീൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിനകത്ത് നാർസിസിസത്തിൽ എങ്ങനെയാണ് അത് വരുന്നതെന്ന് നോക്കുമ്പോഴാണ് ആ റീകൺസീലിയേഷൻ നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ആ ഒരു റീകൺസീലിയേഷനുള്ള ചില ടാക്ടിക്സുകളും കുറച്ച് നമ്മളെ സ്നേഹപൂർവ്വം പെരുമാറുക, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ തരിക, അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫേവേഴ്സ് ഒക്കെ ചെയ്തു തരിക, ഇങ്ങനെയായിരിക്കും ഇവരത് ചെയ്യുന്നത്. അപ്പോൾ ഈ റീകൺസീലിയേഷൻ എന്ന് പറയുന്നതും അപ്പോൾ നമ്മൾ ഓർക്കുന്നത് ലവ് ബോംബിങ് അല്ലേ? അപ്പോൾ ലവ് ബോംബിങ്ങും റീകൺസീലിയേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ബോംബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ ലവ് ബോംബ്, അത് എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ആദ്യവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് അവരിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് സ്നേഹം ഇങ്ങനെ കോരിച്ചൊരിഞ്ഞ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാസീവായിട്ടൊരു കാര്യം നമുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മുടെ മുകളിലേക്ക് ഭയങ്കരമായിട്ട് സ്നേഹം ചൊരിഞ്ഞ് കുറേ നാളുകൾ കുറേ ദിവസങ്ങളെടുത്ത് നമ്മളിങ്ങനെ ആ ഒരു ഫീലിലൂടെ കൊണ്ടുപോയി നമ്മളെ അവരുടെ കൺട്രോളിലേക്കും അവരുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാസീവായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവരുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിനകത്ത് നമ്മളെ ആക്കിയിട്ട് നമ്മുടെ ചിന്തകളെയും നമ്മളുടെ എല്ലാവിധമായ കോഗ്നിറ്റീവ് എബിലിറ്റീസിനെയും ആ ഒരു ലവ് ബോംബിങ് ഫീലിങ്ങിലൂടെ ആ വ്യക്തിക്ക് അനുകൂലമാക്കി തീർക്കുന്ന ഒരു പ്രോസസ്സാണ് ലവ് ബോംബിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് അവർ റീകൺസൈൽ ചെയ്യുക എന്ന് പറയുന്നത് അവരെന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴത്തേനും അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം, അവർ ചിലപ്പോൾ നമ്മളെ അബ്യൂസ് ചെയ്യുന്നു. അവരെങ്ങനെയത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോൾ നമുക്ക് നോക്കാം, അവർ നമ്മളെ അബ്യൂസ് ചെയ്യുന്നു, അവർ നമുക്ക് ഒരു ദ്രോഹപരമായ ഒരു കാര്യം ചെയ്യുന്നു, നമുക്ക് അത് സാധാരണ രീതിയിലുള്ള മനുഷ്യർ ചെയ്യുന്ന പോലെ അല്ല, നമുക്കത് ഭയങ്കരമായിട്ട് പെയിൻ എടുക്കുന്നു, നമുക്ക് ഇൻജസ്റ്റിസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, നമ്മൾക്ക് ചിലപ്പോൾ അത് ഫിസിക്കലായിരിക്കാം, വെർബലായിരിക്കാം, ഇമോഷണൽ ആയിരിക്കാം, ആ രീതിയിലുള്ള ഹേർട്ടും അബ്യൂസും ഒക്കെ തന്നിട്ട് അതിനെ അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളുമായിട്ടൊരു അനുരഞ്ജനപ്പെടുക, അതാണ് റീകൺസീലിയൻസ്. അനുരഞ്ജനത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, നമുക്ക് ചിലപ്പം കുറച്ച് ചില ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുതരും, ചിലപ്പോൾ ഒരു സ്നേഹത്തോടെയൊക്കെ ഒരു വാക്കുകൾ പറയുക, അല്ലെങ്കിൽ നമ്മളെ കുറച്ചൊന്ന് ഒരു കളിയാക്കുന്ന പോലെയൊക്കെ ഒന്നാക്കി നമ്മളെ ആ അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ റീകൺസൈലേഷൻ ഈ നാർസിസിസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മളിങ്ങനെ ദ്രോഹിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ അതിനെ നമ്മൾ പോസ്റ്റ് ഇതെന്ന് പറയും, ഒരു പോസ്റ്റ് റീകൺസീലിയേഷൻ. അതായത് ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പം മാല വാങ്ങിച്ചു തരിക, അല്ലെങ്കിൽ സമ്മാനങ്ങൾ വാങ്ങിച്ചു തരിക, അതല്ലെങ്കിൽ നമ്മളെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോവുക, ഒരു സിനിമ കാണിക്കാൻ കൊണ്ടുപോവുക, ഒരു പുതിയ ഡ്രസ്സ് എടുത്ത് തരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് പോവുക, അല്ലെങ്കിൽ നമ്മൾ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സാധിച്ചു തരിക, അതൊക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തോന്നുകയാണ് ഓക്കെ ഞാനൊരു കാര്യം ചെയ്തു, അത് പുള്ളിക്കാരത്തി എൻ്റെ വഴിക്കിനി കൊണ്ടുവരണമെങ്കിൽ ഒരു അനുരഞ്ജന പാത ആവശ്യമാണ് എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അത് പ്രീ ആയിട്ട് ചേരും. പ്രീ റീകൺസീലിയേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇത് ചെയ്യുന്നതിന് മുമ്പ്, ഞാൻ ഇനി അബ്യൂസ് ചെയ്യുന്നതിന് മുമ്പ്
ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഞാൻ ഇങ്ങനെ അനുരഞ്ജനത്തിന്റെ പാത ആദ്യം എടുത്തിട്ട് ഞാൻ അബ്യൂസ് ചെയ്യും. അതായത് എനിക്ക് ചിലപ്പോൾ ഒരു ഗിഫ്റ്റ് തരും, അതല്ലെങ്കിൽ എനിക്ക് ചില നല്ല നല്ല സ്നേഹപ്രകടനങ്ങൾ കാണും, അതല്ലെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ നമ്മളോട് പെരുമാറും, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുപോകും, നമുക്ക് ഇഷ്ടമുള്ള ഹോട്ടലിൽ ഭക്ഷണം വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ആകാം, അത് ഒരു ഐസ്ക്രീം ആകാം, അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോകുന്നതാകാം. എന്ത് വേണമെങ്കിലും അങ്ങനെ ചെയ്തിട്ട് അതിനെ ഫോളോ ചെയ്തിട്ട് നമുക്കറിയാം ദേ വരുന്നൊരു അബ്യൂസ്. അപ്പം നമുക്ക് പലപ്പോഴും ഈ വിക്ടിംസിന് തോന്നും ഇത് ചെയ്തിട്ട് ഓക്കെ എനിക്കിപ്പോൾ ഒരു ഫേവർ കിട്ടി, ഈ ഫേവർ കിട്ടിയാൽ അത് വരാൻ പോകുന്ന അബ്യൂസിനെ അനുരഞ്ജനത്തിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ചെയ്തതാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ഇനി അടുത്തത്, ഇത് കുറെ നാൾ ഇങ്ങനെ പാറ്റേൺ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമേ. അടുത്തതെന്ന് പറയുന്നത് ഫേവേഴ്സ് ആണ്. ഒരു ഫേവർ ടാക്ടിക് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എന്തെങ്കിലുമൊക്കെ ഫേവേഴ്സ് നമുക്ക് ചെയ്യും. അതുപോലെ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് കുറച്ച് പൈസ തരിക, അതല്ലെങ്കിൽ അവരുടെ സ്വർണ്ണം ഒന്ന് പണയം വെക്കാൻ തരിക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേരൻസിനെ കുറച്ച് നാൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് നിർത്തുക, അല്ലെങ്കിൽ നമ്മളോട് അവരുടെ പേരൻസിന്റെ വീട്ടിൽ പോയി നിൽക്കാനായിട്ട് അവർ പെർമിഷൻ തരിക, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ അതൊരു ഫേവർ എന്ന് പറയുന്നത് ഇപ്പൊ ആ ഫേവർ തന്നു കഴിഞ്ഞാൽ ദേ പ്ലാൻ ഇറ്റ്. ആഫ്റ്റർ സം ടൈം ഈ ഫേവേഴ്സിനെ ബേസ് ചെയ്തിട്ട് അവർ നമ്മളോട് റിട്ടേൺ ഫേവേഴ്സ് ചോദിക്കും. അതാണ് ഒരു ഫേവർ ടാക്ടിക്സ്. ഇതൊരു അനുരഞ്ജന ബാധയാണ്. അതായത് നിനക്ക് ഞാൻ ഇതൊക്കെ ചെയ്തു തന്നിരുന്നു, ഇനി നീ എനിക്ക് അങ്ങനത്തെയൊക്കെ ചെയ്തു തരിക. അപ്പൊ നമുക്ക് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കാനോ ഒന്നും പറ്റത്തില്ല. കണ്ടോ, ഓൾറെഡി ആ അനുരഞ്ജനത്തിന്റെ ആ ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. ഇത് ഒരു ഇൻഡപ്റ്റഡ് ആണ്, നീ എനിക്ക് കടപ്പെട്ടിരിക്കുന്നു. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഒബ്ലിഗേഷൻ വരും. ഓക്കെ, ഐ ഒബ്ലൈജ് ടു ഡൂ ദിസ് എന്നുള്ള രീതിയിലേക്കുള്ള ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. കാരണം അവരെനിക്ക് ചെയ്തു തന്നല്ലോ, അപ്പൊ പിന്നെ നമുക്ക് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല, നമുക്ക് ആ ഫീലിംഗ് വരാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ സാധാരണ ഇവർ ചെയ്യുന്ന എപ്പോഴാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് എപ്പോഴെങ്കിലും ഇവരുടെ ഈ വിക്ടിമിനെ അവരുടെ വഴിയിലേക്ക് ഇങ്ങനെ പതുക്കെ വലയിട്ട് പിടിച്ച് അവരിലേക്ക് കൊണ്ടുവരണം എന്നുള്ളപ്പോൾ മാത്രമാണ്, അവർക്കത് ഒരു അനുരഞ്ജനത്തിലൂടെ അതിനെ കൊണ്ടുവരണം എന്നുള്ളത് മാത്രമുള്ളപ്പോഴാണ് അവരതങ്ങനെ ചെയ്യുക. അത് പലപ്പോഴും ഈ വിക്ടിം എന്ന് പറയുന്ന ആൾക്ക് ഈ അബ്യൂസറുടെ മേളിൽ, അല്ലെങ്കിൽ അബ്യൂസർക്ക് വിക്ടിം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം അയാൾക്ക് അയാളെ ആവശ്യമുണ്ട്, അയാളുടെ ജീവിതത്തിൽ അയാളെ വേണം. അയാൾക്ക് വേണമെങ്കിൽ ഫർദർ അബ്യൂസ് ചെയ്യാനായിരിക്കാം, അല്ലെ അവരുടെ പൈസ വേണമായിരിക്കാം, എന്ത് കാരണം കൊണ്ടായാലും അവരെ ആ കൂട്ടത്തിൽ നിർത്തണം എന്നുള്ളത് കൊണ്ടാണ് അവര് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർ പിന്നെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഡാമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ അബ്യൂസ് ചെയ്യുന്നതുപോലെ. അപ്പൊ അവരുടെ ചിന്ത എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ കൊടുത്ത ഡാമേജ് അവിടെ അങ്ങ് കവർ ചെയ്തു പോകുന്നു എന്ന് വരുന്നത് കൊണ്ടാണ്. പിന്നെ അവരുടെ മനസ്സിലുണ്ടാകുന്ന അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നവർക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ പൊസിഷൻ എനിക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം. അതായത് ഞാൻ ക്ലീൻ ആണ്, ഞാൻ എൻ്റെ പേരിൽ കുറ്റമില്ല 1 2 3 എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അതായത് ഞാൻ എന്ത് ചെയ്യണമോ അത് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഈ റീകൺസിലേഷനിലൂടെ ഞാൻ പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാനത് കോംപ്രമൈസ് നമ്മൾ പറയത്തില്ലേ, അത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, രണ്ടും കൂടെ വന്നിട്ട് അവിടെ ബാലൻസ് ആയി 0 ആയിപ്പോയി. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്കിങ്ങനെ എടുത്ത് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഇവിടെ അതിന് ഡാമേജ് കവറിങ് ചെയ്തിട്ടുണ്ട്, അനുരഞ്ജനത്തിന്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയും നമ്മുടെ വീട്ടില് നമ്മളിപ്പം ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മൾ കാണും, ഓക്കെ നമ്മളോട് പറയും ഇന്ന് നമുക്ക് ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം, നീ ഇന്ന് ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ചില ആൾക്കാർക്ക് ഇങ്ങനെ അയ്യോ എന്താണോ ഇതിന്റെ അടുത്തത് വരാൻ പോകുന്നത് എന്ന് തോന്നുന്ന, ഇതെല്ലാം ഈ ടാക്ടിക്സ് ആണ്. ഒരു റീകൺസിലിയേഷൻ ടാക്ടിക്സിന്റെ അത് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവർ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്, നമ്മുടെ കയ്യിലുള്ള മണി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ പല എന്തെങ്കിലും സമ്മാനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് തിങ്സുകൾ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളങ്ങ് പോയി കഴിഞ്ഞാൽ അവരുടെ ഫേവറിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു പ്രസൻസ് ആവശ്യമാണ്. അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഭാര്യയുമായിട്ട് ചെല്ലണം, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് ചെല്ലണം എന്നുള്ള രീതിയിൽ. അപ്പം അതല്ലെങ്കിൽ ഫാദർ എൻ്റെ കൂടെ വരണം, മദർ എൻ്റെ കൂടെ, എന്തെങ്കിലും ആവും, ആ ഒരു വ്യക്തിമായിട്ടുള്ള ആൾ എൻ്റെ കൂടെ ആവശ്യമാണ് ചില സ്ഥലത്ത്. അതല്ലെങ്കിൽ നമുക്ക് വേണ്ടി നിങ്ങളൊരു ഇൻട്രാക്ഷൻസ് ചെയ്യണം, നിങ്ങൾക്ക് ചില
ചില കാര്യങ്ങൾ ഒരു ആരെങ്കിലുമായിട്ടൊന്ന് സംസാരിച്ച് ഒരു ട്രാൻസാക്ഷണൽ വേയിലും നമ്മളെ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കണം, അവരെ കവർ ചെയ്യണം, അല്ലെങ്കിൽ അവരെ ഷീൽഡ് ചെയ്ത് നിർത്തണം. അവർ നല്ലൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ നല്ല ഒരു വ്യക്തിയാണ്, കണ്ടില്ലേ നമുക്ക് അവർ കുടുംബത്തെ സ്നേഹിക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ചിലർ ചെയ്യുന്ന ഒരു കാര്യമാണ് സെക്ഷൽ ഫെർവേഴ്സിന് വേണ്ടിയിട്ട്. ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സെക്ഷൽ ഫെർവേഴ്സ് ആവശ്യമാണ്. നല്ല സെക്ഷൽ ഫെർവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ സമ്മാനങ്ങൾ കിട്ടുന്നതും സമ്മാനങ്ങൾ കൊടുക്കുന്നതും, അല്ലെ അതിനു മുമ്പ് നമ്മളെ ഒന്ന് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതും, അപ്പോൾ അതനുസരിച്ച് അവർക്ക് സെക്ഷൽ ഫെർവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടും നാർസിസിസ്റ്റിക് ആയിട്ടുള്ളവർ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ അഗെയിൻ പറയുന്നു, നാർസിസിസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിക്ടിമിനെ വില്ലിങ്ങിലി അവരിലേക്ക് കൊണ്ടുവരണം. അതായത് ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല, ഞാൻ നിങ്ങളുടെ മുകളിലേക്ക് ഭയങ്കരമായിട്ടൊരു പ്രഷർ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ പറയത്തില്ല, ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ട് നമ്മളെ അതിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ള രീതി. അപ്പം നമുക്കൊരു സാധനം കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർ നമ്മളെ ഇങ്ങനെ അനുരഞ്ജനം വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു സമ്മാനം കിട്ടി, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ ചെയ്തു, അല്ലെങ്കിൽ നമുക്കൊരു ഫേവർ ചെയ്തു, അന്നേരം നമ്മൾ ഒബ്ലേജ്ഡ് ആവും അവർക്കും അങ്ങനെ ചെയ്തു വെക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എനിക്ക് ആ രീതിക്ക് മാനിപ്പുലേഷൻ യൂസ് ചെയ്തിട്ട് ഇവരിൽ ഒബ്ലിഗേഷൻ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇവരിത് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ഒരു റിലേഷൻ കാണുന്നത് ഫാമിലി റിലേഷൻഷിപ്പിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ, റൊമാൻറ്റിക് റിലേഷൻഷിപ്സിൽ ഇത് നല്ലതുപോലെ കാണുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിന് ഒറ്റ കാര്യമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളുടെ പാറ്റേൺസിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ദൈവമേ, ഫ്രീ ആയിട്ട് എനിക്ക് റീകൺസിലേഷൻ ചെയ്യുന്നുണ്ടോ, പോസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ എനിക്ക് ഫേവേഴ്സ് തന്നിട്ട് റിട്ടേൺ ഫേവേഴ്സിന് വേണ്ടിയിട്ട് ഫേവേഴ്സ് തന്നിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സാധാരണ ആളുകൾ നമുക്ക് ചെയ്യുന്നത് ഫേവേഴ്സ് അല്ല, അതിനകത്ത് അവരുടെ ചുമതലകൾ ചെയ്യുന്നു, നമ്മൾ നല്ല രീതിയിൽ പോകുന്നു. ഫേവേഴ്സ് ചെയ്യുന്നത് എപ്പോഴും അവർക്കൊരു ഇതുണ്ട്, നമ്മളെ ഇൻഡപ്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഫേവേഴ്സ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പാറ്റേൺസ് ഒക്കെ നോക്കുക, എന്നിട്ട് നമ്മളിൽ ഒരു ഓവർ ബേർഡനോ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഓഫ് ഇൻഡപ്റ്റഡ്, ഇയാൾക്ക് ഇനി ഞാൻ കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ ഇയാൾ ഭയങ്കരമായിട്ട് ഓവർ യൂസ് ചെയ്യുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇയാളോട് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, കണ്ടോ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ല, അപ്പം ഞാൻ എങ്ങനെ ചെയ്യും, ഇയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അപ്പം ഞാൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നമുക്ക് എന്തോ നമ്മൾ ഇൻഡപ്റ്റഡ് ആണെന്നോ, നമുക്ക് എന്തൊക്കെയോ ഒബ്ലിഗേഷൻ ഉണ്ടെന്നോ, പിന്നെ നമുക്ക് ഭയങ്കര ഡൗട്ടും കൺഫ്യൂഷനും ഉണ്ടാവും. നമ്മൾ എപ്പോഴും ഒരു ഇമോഷണലി നമ്മളൊരു ടെർമോയിലായിരിക്കും. നമുക്ക് എപ്പോഴും ഒരു പീസ് ഇല്ല, ഒരു ബാലൻസ് ഇല്ല. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ മനസ്സ് അടങ്ങിയിരിക്കുന്ന ഒരു ലെവലില്ല. എന്നോട് പലരും പറയാറുണ്ട്, തെറപ്പിക്കൊക്കെ മുമ്പ് വരുമ്പോൾ മനസ്സ് ഭയങ്കരമായിട്ട് അവർക്ക് ഇങ്ങനെ കാര്യങ്ങൾ പിടികിട്ടുന്നില്ല, എന്താ സംഭവിക്കുന്ന ഒരു കൺഫ്യൂഷൻ എല്ലാം വരും. പക്ഷെ നമുക്കിത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇതിനെ ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലും വ്യത്യാസമാണ്. മാലിഗ്നൻസി ഒക്കെ അനുസരിച്ചിരിക്കും നമുക്കിത് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഈ പാറ്റേൺസിനെ എല്ലാം നോക്കുകയും, അതുപോലെ തന്നെ നമ്മൾക്ക് എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് നോ പറയാൻ പറ്റുക, ഏതൊക്കെ സിറ്റുവേഷനിൽ നോ പറയാൻ പറ്റും, എവിടെയൊക്കെ നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണമെന്ന് നോക്കുക. ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ട് ഫേവേഴ്സ് വരുമ്പോൾ റിട്ടേൺ ഫേവേഴ്സിന്റെ പാറ്റേൺസ് നോക്കുക. അപ്പൊ നമുക്കാണ് നഷ്ടമെങ്കിൽ നഷ്ടം വരുന്ന ഫേവേഴ്സിനെ നമ്മൾ അധികം സ്വീകരിക്കാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ഇതിനൊക്കെ ഒന്ന് നോക്കിയും കണ്ടും മനസ്സിലാക്കി നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, പിന്നെ അത് വേറൊരു ഇഷ്യൂസിലേക്കൊക്കെ പോകും. നമ്മൾ പതുക്കെ നോക്കി മനസ്സിലാക്കി നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രീ പോസ്റ്റ് ഫേവേഴ്സിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മളെ അസേർട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊട്ടക്ഷൻ, നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ ഗ്രോത്ത്, ഇതിനെയെല്ലാം നമ്മൾ നോക്കിക്കൊണ്ട് നമ്മളായിട്ട് ബൗണ്ടറീസിനെ സെറ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ടേ നമുക്ക് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. പല രീതിയിലുള്ള വീഡിയോസും പല റൈറ്റപ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ സെൽഫ് ഹെൽപ്പിലൂടെയൊക്കെ ചെയ്ത് നോക്കുക. ഒരു കാരണവശാലും അബ്യൂസിൽ നിൽക്കാനായിട്ട് നിങ്ങൾ ഇടയാകരുത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നെവർ ഗിവ് അബ്യൂസ്, നെവർ ടേക്ക് അബ്യൂസ്, നെവർ സെൽഫ് അബ്യൂസ്. നമുക്ക് എല്ലാവർക്കും നല്ല മനോഹരമായിട്ട്, പീസ്ഫുൾ ആയിട്ട്, ഹാപ്പി ആയിട്ട്, പ്രോഗ്രസീവായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശവും കൊണ്ട് അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.